മെയ് 22 ഉച്ചയ്ക്ക് 2 മണിക്ക് അബുദാബിയിൽ ചൂട് 49.3 ഡിഗ്രി സെൽഷ്യസ്, 50ൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ചില്ലറയല്ല വിഷയം. മൊത്തത്തിൽ നോക്കിയാൽ 45 മുതൽ 48 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇന്ന് പലയിടങ്ങളിലും UAE ചൂട് രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ ഇതുപോലെ നിൽക്കാനോ കൂടാനോ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ശക്തമായ മഴ പല ഭാഗത്തുമുണ്ട്. കാലാവസ്ഥയിലെ വൈരുദ്ധ്യം കാരണം ഈ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മളൊന്ന് മനസ്സിൽ കാണണം. ഇവിടുത്തെ കൊടും ചൂടിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ തണുപ്പിലേക്ക് അല്ലെങ്കിൽ മഴയിലേക്ക് ചെന്നിറങ്ങുമ്പോൾ വരുന്ന മാറ്റം, അവിടുത്തെ മഴയിൽ നിന്ന് ഈ ചൂടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റം, ഇതിനെക്കുറിച്ചൊക്കെ ജാഗ്രത പാലിക്കണം. ഇവിടെ കഴിയുന്നവർ കൂടുതൽ വെള്ളം കുടിക്കണം എന്ന കാര്യം ഡോക്ടർമാരൊക്കെ പറയുന്നത് നമ്മളൊന്ന് മുഖവിലേക്ക് എടുക്കണം. അബുദാബിയിൽ നിന്നും മറ്റൊരു സന്തോഷകരമായ വർത്തമാനം കൂടിയുണ്ട്. എത്തിഹാദ് എയർവേസ് 1500ഓളം സ്റ്റാഫിനെ ഇക്കൊല്ലം ഈ 2025 തന്നെ നിയമിക്കാൻ പോവുകയാണ്. അതിൽ പൈലറ്റുമാരുണ്ട്, ക്യാബിൻ ക്രൂ ഉണ്ട്, അതുപോലെ ഫ്ലൈറ്റ് എഞ്ചിനീയർമാരുണ്ട്, മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ജോലി ചെയ്യാവുന്ന ആളുകളുണ്ട്. അപ്പോൾ എത്തിഹാദ് എയർവേസിൻ്റെയൊക്കെ വെബ്സൈറ്റും അവരുടെ ഓപ്പർച്യൂണിറ്റിയും ആ അവസരങ്ങൾ വരുന്നതൊക്കെ നമ്മളൊന്ന് നോക്കിയിരിക്കണം. നമ്മുടെ കുട്ടികളോട് പറയണം, എപ്പോഴും ഇങ്ങനെ അവസരം വരുന്നതാണ്. ഇക്കൊല്ലം തന്നെ ഇതിനകം 1600-ലധികം പേരെ നിയമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ നോക്കിയാൽ എത്തിഹാദ് എയർവേസ് മാത്രം 4000-ലധികം പേരെ ജോലിക്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 12,000-ലധികം ആളുകൾ എത്തിഹാദിൽ ജോലി ചെയ്യുകയാണ്. നല്ല ശമ്പളവും നല്ല ആനുകൂല്യങ്ങളുമാണ്. നല്ലൊരു ജോലി സ്ഥിരതയുള്ള കമ്പനിയാണെന്ന് പേരുകേട്ട പ്രസ്ഥാനമാണ് എത്തിഹാദ് എയർവേസ്. ക്യാബിൻ ക്രൂ ആകാനുള്ള പരിശീലനം കിട്ടിയവർ, പൈലറ്റ് പരീക്ഷ പാസ്സായി നല്ല മിടുക്കികളായി നിൽക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ നല്ല അവസരമാണ്. എത്തിഹാദ് എയർവേസ് കൂടുതൽ വിമാനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ജീവനക്കാരെ വേണ്ടിവരും. അതുകൊണ്ട് എത്തിഹാദ് എയർവേസിലേക്ക് നമ്മുടെ കുട്ടികളുടെ കണ്ണ് നട്ടിരിക്കാൻ ഒന്ന് പറയണം. ദുബായ് വാർത്ത ഇന്ന് മൊത്തം അബുദാബി മയമാണ്. ഒരു കാര്യം കൂടി പറയാം. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റർ അങ്ങനെയുള്ളതിലൊന്ന് അബുദാബിയിൽ ഇതാ വരാൻ പോവുകയാണ്. സാധാരണക്കാരല്ല അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. എലോൺ മസ്ക് അടക്കമുള്ള അതിപ്രഗത്ഭരായ ധനികർ അബുദാബിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. UAE ഗവൺമെൻറ്റുമായി ചേർന്നിട്ട് ഓപ്പൺ AI എന്ന പ്രസ്ഥാനം, എന്നുവെച്ചാൽ നമ്മുടെ ചാറ്റ് GPTയുടെയൊക്കെ ഉപ്പാപ്പ ആണല്ലോ ഓപ്പൺ AI. ആ പ്രസ്ഥാനത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ചില്ലറക്കാരല്ല, എലോൺ മസ്കിനെ പോലുള്ള ആളുകളാണ്. മൈക്രോസോഫ്റ്റ് ബില്യൻസാണ്, 1 ബില്യൺ 100 കോടി ബില്യൻസാണ് മൈക്രോസോഫ്റ്റൊക്കെ ഈ ഓപ്പൺ AI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലിട്ടിരിക്കുന്നത്. അതിൻ്റെ ശിശുവാണ് നേരത്തെ പറഞ്ഞ ചാറ്റ് GPT, അതുപോലെ പലതുമുണ്ട്. അങ്ങനെയുള്ള ഓപ്പൺ AI എന്ന പ്രസ്ഥാനമാണ് അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ശേഷിയുമായിട്ട് ആ സമൃദ്ധിയുമായിട്ട് അബുദാബി കേന്ദ്രീകരിച്ചുകൊണ്ട് വന്ന് പുതിയ ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടി നോക്കുന്നത്. ഏതായാലും അതിൻ്റെ അവസരങ്ങൾ വേറെ വഴിക്ക് വരികയാണ്. നമ്മുടെ കുട്ടികൾ AI ശീലമുള്ളവരായി, പഠനമുള്ളവരായി, അതിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ളവരായി മാറിയാൽ അബുദാബി അവർക്കൊക്കെ ആശാവഹമായ ഒരു കേന്ദ്രമാണ് എന്നാണ് ദുബായ് വാർത്തയ്ക്ക് ഇന്ന് രാത്രി അറിയിക്കാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു AI കാലഘട്ടത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. Night updates supported by Tasi Gold and Diamonds, Partha Signature, Abu Shagara, Sharjah, Time Express Cargo, 123 Cargo, Kalyan Jewellers, Lulu, Gold Star Rent-A-Car, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket, Best Express Cargo, Bliss Institute, Canadian University Dubai, Explore Education, Fira Foods.